അന്ന് മക്കൾക്ക് പേരിടുമ്പോൾ സുഖമായിട്ടൊരു കാര്യം പറയും. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഗംഗ എന്ന് പേരിടും. അമ്മമാർക്കൊരു പരിധി വരെ ഇങ്ങനെയുള്ള കൊച്ചു 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 സങ്കടങ്ങൾ മാറ്റാൻ പറ്റും. ഒരുത്തരും ഭൂമിയിലോട്ട് വന്നത് എല്ലാ സൗഭാഗ്യങ്ങളും കെട്ടിപ്പിടിച്ചുകൊണ്ടൊന്നുമല്ല. അപ്പോൾ എന്തൊക്കെയാണ് പോരായ്മകളുണ്ടോ, അതോ നല്ലതാണോ ചീത്തയാണോ എന്തുണ്ടെങ്കിലും ശരി, ഇതൊന്നും അറിയിക്കാതെ ഒരു മക്കളെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ആ മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെരുമാറ്റം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ സത്യം പറയാം കേട്ടോ, അത് എല്ലാ അമ്മമാർക്കും മനസ്സൊരു വിഷമമാണ്. എവിടെയാണ് തുടങ്ങേണ്ടത്, എന്താണ് ഇന്ന് പറയേണ്ടതെന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം എനിക്ക് അടുത്ത കാലത്ത് എല്ലാവരും ചോദിച്ചു, സുഖേട്ടൻ എങ്ങനെയൊക്കെയാണ് മക്കൾക്ക് പേരിട്ടിരിക്കുന്നത്? ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്. സത്യമാണ്. കാരണം ഞാനത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു വാചകത്തിലൊക്കെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അന്ന് മക്കൾക്ക് പേരിടുമ്പോൾ സുഖേട്ടൊരു കാര്യം പറയും. അതൊരു തമാശ പോലെ തന്നെ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തോ പേര് തോട്ടെ, ഇന്ദ്രജിത്തെന്നോ? അതെ, ഇന്ദ്രജിത്തിനെ അറിയത്തില്ലേ? ആ മേഘനാഥൻ എന്നും കൂടെ ഒരു പേരുണ്ട്, രാവണൻ്റെ മോന്. ഇവിടെ പോയാലും അത് ജയിച്ച് വിജയശ്രീലാളിതനായിട്ട് വരും എന്നൊക്കെ പറയും. ഇങ്ങനെ കഥയൊക്കെ നമുക്ക് പറഞ്ഞു തരും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, നീ കേട്ടോ. ഇപ്പോൾ എടപ്പാൾ സ്കൂളിൽ ആരെങ്കിലും ഫോൺ ചെയ്തു, സാറേ ആ സുകുമാരനെ ഒന്ന് വിളിക്കുമോ? ഏത് സുകുമാരൻ എന്ന് ചോദിക്കും. കാരണം ഒരു 10 സുകുമാരന്മാർ കാണും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പേര് അധികം കുട്ടികൾക്ക് വരാൻ പാടില്ല. പിള്ളേർ പഠിക്കുന്ന സമയത്ത് ഇന്ദ്രജിത്ത് സുകുമാരൻ അല്ലെ പൃഥ്വിരാജ് സുകുമാരൻ എന്നൊക്കെ പറയുന്നത്. പൃഥ്വിരാജ് എന്നൊക്കെ അറിയാം, പൃഥ്വിയുടെ രാജാവെന്ന് പറയുമ്പം ഭൂമിയുടെ രാജാവാകാം, അല്ലെങ്കിൽ എല്ലായിടത്തും രാജാവിനെ പോലെ വിളങ്ങുന്നവനാ, ഏത് തരത്തിൽ വേണേൽ വ്യാഖ്യാനിക്കുക. അത് സാഹിത്യകാരന്മാർ പറഞ്ഞു തരും. ഏതായാലും ഈ മക്കളുടെ പേരിടുന്ന കാര്യം വന്നപ്പോൾ സുഗുണിന് വലിയ നിർബന്ധമായിരുന്നു. ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇതുപോലെ അശോകൻ, രാജേഷ്, സുരേഷ് എന്നുണ്ടാതെ ഒരു പ്രത്യേക പേരുകൾ വേണമെന്നുള്ളത് നിർബന്ധം. അദ്ദേഹം തന്നെ സെലക്ട് ചെയ്ത പേരാണ്. അപ്പം ഞാനൊരിക്കൽ തമാശനെ പറഞ്ഞു, അയ്യോ എൻ്റെ ദൈവമേ, നന്നായി 2 ആൺപിള്ളേരായത്, വല്ല പെൺപിള്ളേരുമാണെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ മാത്രം, ഒറ്റ പ്രാവശ്യം എന്നോട് പറ്റുള്ളൂ, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഗംഗ എന്ന് പേരിടും. അപ്പം ഞാൻ പറഞ്ഞു, അല്ല അതിപ്പോൾ ഒരു സാധാരണ പേരല്ലേ, ഗംഗ എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര വലിയ പ്രത്യേകത? അല്ല, അത് ആൾക്കാർ പലതും പറയാം, അതിനകത്തൂടെ ഇങ്ങനെ അതൊഴുകിപ്പോയി ഇതൊഴുകിപ്പോയി. പക്ഷേ ഗംഗ നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതലൊരു പവിത്രത ആ നദിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെന്ത് പറഞ്ഞാലും ശരി, അതൊരു പക്ഷേ ഭരണാധികാരികളുടെ തെറ്റാവാം, അത് തിരുത്തുന്ന ഒരു കാലം വന്ന് ഗംഗ വീണ്ടും പവിത്ര നദി ആവട്ടെ. ഇപ്പം ഞാൻ അങ്ങനെ ഒരു പെൺകുഞ്ഞായിരുന്നെങ്കിൽ ഗംഗ, എപ്പോഴും ഈ ഗംഗ എന്നുള്ള പേര് അദ്ദേഹം പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ദിവസമായിച്ച് ഈ പറഞ്ഞ പോലെ ഗംഗ എന്നുള്ള പേരൊന്നും ഇടേണ്ടി വന്നില്ല. എനിക്ക് വാസ്തവത്തിൽ 2 ആമക്കളുള്ളതുകൊണ്ട് ഒരു സങ്കടമില്ല, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഒരു ചെറിയ സങ്കടം എന്ന് പറയാനൊക്കെ, കാരണം എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന 2 മരുമക്കളെ കിട്ടി. എന്നാലും ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ചേച്ചിക്ക് പെൺകുട്ടികളാണ്, നേരെ മൂത്ത ചേച്ചിക്ക് പെൺകുട്ടികളാണ്. അവർ 2 പേര് അമേരിക്കയിലും ഒരാൾ ദുബായിലുമാണ്. ലതിക ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ ജസ്റ്റ് നേരെ മൂത്ത ചേച്ചിക്ക്. ആ ചേച്ചിയെ ആ 3 പെൺകുട്ടികൾ, അത് പെൺകുട്ടികളായതുകൊണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഒരു ചെറിയൊരു അസുഖം വന്നാൽ ഞാൻ എപ്പോഴും എൻ്റെ ചേച്ചിയോട് പറയും, കാരണം നല്ല കുഞ്ഞുങ്ങളാണ് അവരെയൊക്കെ. കൊച്ചിലെ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ചേച്ചി നൈജീരിയയിലാന്ന്. അപ്പോൾ നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് ആര്യ സെൻട്രൽ സ്കൂളിലൊക്കെ തിരുവനന്തപുരത്ത് പഠിപ്പിക്കുമായിരുന്നു. മൂത്ത മോളെ 2 ഇവരെയൊക്കെ കാണുമ്പോൾ വലിയ കാര്യമാണ് എന്നെ കുഞ്ഞമ്മേ. ഇപ്പോൾ തന്നെ എനിക്കൊന്ന് വയ്യാതെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത് എൻ്റെ നേരെ മൂത്ത ലതിക ചേച്ചിയുടെ മക്കളാണ്. ഉഷ, ജയ, മായ നിങ്ങളിൽ പലരും അറിയുമായിരിക്കും. ഹിറ്റ് FM റേഡിയോയിൽ ദുബായിൽ വലിയ പ്രൊഡ്യൂസറൊക്കെയാണ് മായ കർത്ത. അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തർ, അതായത് ചേച്ചിക്കൊരു ചെറിയൊരു ഓപ്പറേഷൻ വന്നു, അനന്തപുരി ഹോസ്പിറ്റലായിരുന്നു വന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ മൂത്ത മോള് വന്നു, 10-15 ദിവസം നിന്നു. ആ മോള് പോകുന്നതിൻ്റെ തലേ ദിവസം ഏറ്റവും ഇളയാൾ വന്നു. അപ്പോൾ അത് അമ്മയുടെ അടുത്ത് ഞങ്ങൾ വേണം എന്നുള്ളൊരു നിർബന്ധമുണ്ടല്ലോ, ഒരു വിസിറ്റേഴ്സിനെ പോലെ വന്നു പോകാതെ. അത് അപ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും, ഈശ്വര, ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ സത്യം പറയാം കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് കുറേ കൂടെ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്കും തോന്നാറ് വേറെ കൊണ്ടല്ല. ഞാനെന്ന് പറഞ്ഞാൽ 2 പേരും പൂർണ്ണിമേതയും സുപ്രിയതയും എനിക്കിപ്പോൾ ഈയിടെ വയ്യാതെ കിടന്നപ്പോൾ ഈ കാലിൻ്റെ ഒരു സെല്ലുലൈറ്റിസ് പ്രശ്നമായിട്ട് 1 മാസത്തോളം എനിക്ക് ഷൂട്ടിങ്ങൊക്കെ നിർത്തി ഇരിക്കുകയായിരുന്നു.
രണ്ടുപേരും അവിടെ വരും, എല്ലാ കാര്യങ്ങളും ചെയ്യും. സുപ്രിയയ്ക്ക് നേരമില്ലാത്ത നേരത്ത് പടത്തിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നു, ഗുരുവായൂരമ്പലത്തിലോ എന്തൊക്കെയോ അതിൻ്റെ ഇടയിൽ കൂടെ ഓടി വന്ന് അവിടെ വന്നിരുന്ന അമ്മ 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 എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നാൽ പോലും അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കി അതെല്ലാം സുപ്രിയയാണ് ചെയ്തുകൊണ്ടിരുന്നത്. രാജു ഇവിടെ ഇല്ലായിരുന്നെന്ന്. ഇതൊക്കെ ചെയ്താൽ നമുക്കിങ്ങനെ തോന്നും, കുറച്ചും കൂടെ ഈ കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് നമ്മളെല്ലാം പറയുന്നത്. ഈശ്വര, ഒരു പെൺകുഞ്ഞുണ്ടെങ്കിൽ അത് തിരിച്ചു മറിച്ചുകൊണ്ട് കേട്ടോ. പെൺകുട്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കും കുറച്ചുകൂടെ ഫ്രീഡം സ്വന്തം അമ്മയോടായിരിക്കും. ഇപ്പം എന്ത് പറഞ്ഞാലും ശരി, ഏത് പാതിരാത്രിക്കും ഒരു വയ്യായ്മ വന്നാൽ എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഇന്ദ്രനോ രാജുവോ പെട്ടെന്ന് എന്തോ അമ്മയെ ചോദിച്ച് വരും. പക്ഷേ അതേസമയം മറ്റേ പെൺകുട്ടികളാണെങ്കിൽ എന്താ, അമ്മയ്ക്ക് വയ്യ അല്ല അച്ഛന് വയ്യ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. അത് പക്ഷെ അവരെ വളർത്തിക്കൊണ്ടുവന്ന് അതിപ്പോൾ ആരെയും കുറ്റം വേണ്ട കാര്യമില്ല. നമ്മൾ ജനിച്ചപ്പം മുതൽ കാണുന്ന എല്ലാവരും പറയുന്ന പോലെ ആദ്യ അമ്മ, മാതാപിതാ, ഗുരു, ദൈവം എന്ന് പറയുന്നതിൻ്റെ കാര്യമാണ്. എല്ലാം തുടക്കം അമ്മയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, അയ്യോ ഈശ്വര, പെൺകുട്ടികൾക്ക് എന്തോ കുറച്ച് സ്വന്തം അമ്മയോട് കുറച്ചൊരു കൂടുതൽ സ്നേഹം തോന്നും. അവരുടെ കംഫേർട്ട്സ്, അവരുടെ മറ്റു കാര്യങ്ങൾ, അവരുടെ യാത്രകൾ, അവർക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട, അതെന്തുകൊണ്ട് എന്നോട് തോന്നുന്നില്ല എന്ന് എനിക്ക് പരാതിയില്ലാത്തത് ഒരു പക്ഷേ എൻ്റെ മക്കൾ എന്നെ നന്നായിട്ട് അറിയുന്നുണ്ടാണ്. കാരണം അതിലും സുഖം എൻ്റെ മക്കൾ എനിക്ക് തരുന്നുണ്ട്. പക്ഷേ ഇത് തോന്നുന്ന അമ്മമാരുണ്ട് ഇവിടെ. അത് അവിടെ അമ്മയോട് അവൾക്ക് വലിയ കാര്യമാണ് ചേച്ചി, അത്രയില്ല. അത് ഒരു മനഃപൂർവ്വമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നവരുണ്ട്. ഇപ്പം സ്വന്തം അമ്മയുടെ കൂടെ ചെന്നിരുന്ന് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽപരമായ കാര്യമാണെങ്കിലും സാമ്പത്തികമായാലും ഒരമ്മയോട് തുറന്ന് പറയുന്നതിന് കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്ക് അവരോടായിരിക്കും കൂടുതൽ അടുക്കുന്നതും സംസാരിക്കുന്നതൊക്കെ. എന്നാൽ അതേ സ്വാതന്ത്ര്യം ആൺപിള്ളേർക്ക് അവരുടെ അമ്മയോടില്ല. അതാണ് വേറൊരു സത്യം. അപ്പോൾ അത് ഞാൻ വിചാരിക്കും, ഇതെന്താ ആ ഇക്വേഷൻ ശരിയാവാത്തത് വിചാരിക്കും. പിന്നെ ഞാൻ തന്നെ എൻ്റെ ഉത്തരം കണ്ടുപിടിക്കും. കാരണം ആൺകുട്ടികളെന്താ വിചാരിക്കുക, ഓ അമ്മയുടെ ഒക്കെ ചെന്ന് വല്ലതൊക്കെ പറഞ്ഞ് അപ്പോൾ അമ്മയെ ടെൻഷൻ എന്ന് വിചാരിക്കും. മറ്റേ അങ്ങനെയല്ല, അവർക്ക് വേറൊരു അമ്മ എന്ന് പറയുന്ന ഒരു വലിയൊരു അത്താണിയാണ് പലർക്കും. അപ്പോൾ ചെന്ന് പറയാം. അപ്പോൾ പെൺകുട്ടികൾ അമ്മയെ ആശ്രയിക്കുന്നതും ആൺകുട്ടികൾ ഒരു പക്ഷേ സുഖമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ സുഖമായിട്ടോട് പറയുമായിരിക്കും, എനിക്കറിയില്ല. ഞാനിതൊക്കെ പറയാൻ കാര്യം വെച്ചാൽ പെൺമക്കളില്ലാത്തത് ഒരു കുറവാണെന്ന് ഒരു കാലത്തും എനിക്ക് അഭിപ്രായമില്ല. കാരണം ഞാനത് അറിയുന്നേ ഇല്ല കേട്ടോ. പക്ഷേ അത് ചിലപ്പം മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ റീതിങ്ക് ചെയ്യുക, വീണ്ടും ഞാനിങ്ങനെ ഇത് ആലോചിക്കും. ശരിയാണല്ലോ, സത്യമല്ലേ, ഒരു മോളുണ്ടായിരുന്നു, നമുക്ക് പറയാമായിരുന്നു, വിളിച്ച് മോളെ മക്കളെ ഇങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് പറയാമായിരുന്നു. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം എൻ്റെ ചേച്ചിയുടെ മക്കളുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എന്തൊരു ടെൻഷനും വിഷമമാണ്. ഒരു ചെറിയ പനി വന്നാലും മതി, അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ട് തോന്നുന്നത് അമ്മ എന്താ കഴിച്ചത്. അപ്പോൾ ഒരു മരുമകൻ ഡോക്ടറാണ് ചേച്ചിയുടെ, എൻ്റെ നേരെ മൂത്ത ചേച്ചിയുടെ ലതിക ചേച്ചിയുടെ മരുമകൻ ഡോക്ടറാണ് അമേരിക്കയിൽ. അതിന് ഒരു നിസ്സാര ഒരു പനി വന്നാൽ പോലും അമ്മ ആ ഗുളിക ഇപ്പം കഴിക്കുന്നില്ല, ഇത് കഴിച്ചാട്ടെ. അതെല്ലാം ഈ പെൺകുട്ടികൾ ഇങ്ങനെ ടെൻഷൻ കാണിക്കുന്നുണ്ട്, പാവം അവർ രക്ഷ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, അയ്യോ വലിയ ടെൻഷൻ കാണിച്ച് നമ്മുടെ ആ മക്കളുടെ ജോലി എന്തുവാ, എവിടെ കിടക്കുന്ന ഓരോരുത്തർ നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ. ഇപ്പം പൃഥ്വി ആടുജീവിതം അഭിനയിക്കാൻ പോയപ്പോൾ എനിക്കായിരുന്നു ടെൻഷന്. കൊറോണ ഒരു ഭാഗത്ത് അവൻ്റെ ശരീരം മെലിയിച്ചു. അത് ഇത്രയും മെലിഞ്ഞെന്ന് ഞാനും പടം കണ്ടപ്പോഴാണ് എൻ്റെ ദൈവമേ അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടെൻഷൻ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വിളിച്ചിട്ട് മോനെ എനിക്ക് തൊണ്ടവേദന പനിയുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാറില്ല. എന്തെങ്കിലും ഡോക്ടറുടെ അടുത്ത് പോയിട്ട് അയ്യോ, ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഈ 68 വയസ്സ് കഴിഞ്ഞപ്പോൾ കയറുന്നത്. അതും ഞാൻ ഈ ആസ്റ്ററിൽ പോയിട്ട് ഇങ്ങനെ ഈ സെല്ലിൽ എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട്, എൻ്റെ സഹോദരനൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞതാണ് നേരത്തെ തന്നെ, ഡോക്ടർ എം വി പിള്ള അമേരിക്കയിലെ വലിയ ഓങ്കോളജിസ്റ്റാണ്, ക്യാൻസർ ചികിത്സാ വിദഗ്ധനാണ്. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഇതെല്ലാം ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ അതിന് ശേഷം അവിടുത്തെ ഡോക്ടർമാരെല്ലാവരും കൂടെ ആലോചിച്ച് അത് ചെയ്യണോ ഇത് ചെയ്യണോ മറ്റേ ചെയ്യണോ എന്നൊക്കെ ആലോചിച്ച് എല്ലാവരും കൂടെ ഒരു കൂട്ടായ തീരുമാനം എടുത്തിട്ട് വേണ്ട ഈ ചികിത്സ മതി, ഇതുകൊണ്ട് നമുക്ക് നോക്കാം ഇപ്പോൾ തൽക്കാലം എങ്ങനെയുണ്ടെന്ന്, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കത് പിന്നീടാലേ. പക്ഷേ എന്തോ ദൈവം കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ, ഈശ്വരൻ അനുഗ്രഹിച്ചതോ, ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചതോ, ആറ്റുകാല അമ്മയെ അനുഗ്രഹിച്ചതോ, കരിക്കകത്ത് ഇതൊക്കെ ഞാൻ സ്ഥിരം പോകുന്ന അമ്പലങ്ങളാണ്, അതുകൊണ്ട് പറയാം. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇപ്പം അങ്ങ് പോന്നു. എനിക്കിപ്പോൾ എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പം വലിയ കുഴപ്പമില്ലാതെ എല്ലാം നിൽക്കുകയാണ്. അപ്പോൾ ഈ പെൺമക്കളില്ല എന്നുള്ളൊരു സങ്കടം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവരെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. പെൺമക്കളുണ്ടെങ്കിൽ ഒരമ്മയ്ക്ക് അങ്ങോട്ട് പറയാനും ആ പെൺകുട്ടിക്ക് ഇങ്ങോട്ട് പറയാനും ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ, അതായത് സ്വാതന്ത്ര്യവും
ഒരു എന്താ പറയുക, എല്ലാ ചിന്തകളും പങ്കുവയ്ക്കാൻ അമ്മ എന്ന കഥാപാത്രത്തിനോട് കിട്ടുന്ന ആ ഒരു അടുപ്പവും ഒരൊന്നും നമുക്ക് ഒരു അച്ഛനോടോ അല്ലെങ്കിൽ അതുപോലെ ഭർത്താവിനോടോ ഒന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടായിരിക്കാം അവർ പലരും ഇങ്ങനെ അമ്മയുമായിട്ട് കൂടുതൽ അടുത്തിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് അമ്മമാരോട് ഒരു ചെറിയ ഉപദേശം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള അമ്മമാരാരെങ്കിലും കണ്ടാ മോളെ നീ ഇങ്ങനെ എന്ന് പറയുന്നവരുണ്ട്, എന്നോട് സങ്കടം പറയുന്നവരുണ്ട്. ഓ ചേച്ചിയൊക്കെ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടാണോ എന്തോ ചേച്ചി ദൈവം അനുഗ്രഹിച്ച് നമ്മൾ കുഞ്ഞു എന്നെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയാം അതല്ലമ്മ, വേറെ മറ്റേ മറുഭാഗം കൂടെ ചിന്തിച്ച് നോക്കണം. ലീവ് കിട്ടണം, വരണം. വിദേശത്തൊക്കെ ഉള്ളവർക്കാണ് ഭയങ്കര സങ്കടം ഈ മോനെ കാണാത്തതിൽ. അപ്പോൾ അതേസമയം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടിലെ ഒരു കാര്യത്തിനാണെങ്കിലോ പെൺകുട്ടിയുടെ പെങ്ങളുടെ കല്യാണമാണെങ്കിലോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഇതിനൊക്കെ ഇവർ വരുമ്പോൾ അവരുടെ പേരെ കണ്ടോ, കഴിഞ്ഞ വർഷം എൻ്റെ പേര് വന്നില്ലല്ലോ എന്ന്. അതല്ല, ഇപ്പോഴത്തെ അവസ്ഥ എന്താ, കഴിഞ്ഞ വർഷം എന്തായിരുന്നു ചിന്തിച്ച് നോക്കുക. എങ്കിലും ഞാൻ ഈ അമ്മമാർക്കൊരു അപേക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മമാർക്കൊരു പരിധി വരെ ഇങ്ങനെയുള്ള കൊച്ചു 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 സങ്കടങ്ങൾ മാറ്റാൻ പറ്റും. അവർ പറഞ്ഞു കൊടുക്കണം, മോനെ നീ അല്ലെ മോളെ നീ ഇപ്പോൾ ഇന്ന് ഇത്രയും സൗഭാഗ്യത്തോട് ജീവിക്കുന്നു. ഒരുത്തരും ഭൂമിയിലോട്ട് വന്നത് എല്ലാ സൗഭാഗ്യങ്ങളും കെട്ടിപ്പിടിച്ചുകൊണ്ടൊന്നുമല്ല. എന്തെല്ലാം ഇവിടെ തർക്കങ്ങൾ വന്നാലും എത്ര ഉന്നതമായ വിദ്യാഭ്യാസം നേടിയെന്ന് പറഞ്ഞാലും വലിയ PhD എടുത്ത് മറ്റിടത്തെ അതൊന്നുമല്ല. ഇതെൻ്റെ മകളിൽ ഒരാളിരിപ്പുണ്ട്, നീ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം അനുഭവിക്കണം, എങ്ങനെ പോകണം, ഇത് അവിടുന്ന് എഴുതി വിടും നേരത്തെ. അതിനനുസരിച്ചേ കാര്യങ്ങൾ പോവുള്ളൂ. എത്ര കോടി രൂപയുണ്ടെങ്കിലും ഒരാളിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? അത് ആ അസുഖത്തിനെ അനുസരിച്ച് ചികിത്സിക്കുന്ന ഡോക്ടറെ അനുസരിച്ച് നമ്മുടെ ശാരീരിക സ്ഥിതി അനുസരിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു സമയമാകുമ്പോൾ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ പെൺകുട്ടികളുടെ അമ്മമാർക്ക് ഒരു കടമയുണ്ട്, പറഞ്ഞു കൊടുക്കുക. മോളെ ചെന്ന് അമ്മയൊന്ന് വിളിക്കണം, കാണണം. അമ്മയുടെ പിറന്നാളല്ലേ, ചെല്ല്, അമ്മ അമ്പലത്തിലോ വല്ലോ പോകുന്നോ ചോദിച്ചാട്ടെ. അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ. കാരണം അത് ഏറ്റവും വലിയൊരു മാതൃകയായ ഉദാഹരണമാണ് എൻ്റെ അമ്മ. സത്യം, ഞാൻ എന്നും അമ്മയെ ഞാൻ നന്ദിയോടുകൂടി ഞാൻ സ്മരിക്കും. ഇപ്പം അമ്മയില്ല. കാരണം സുവേട്ടൻ എനിക്കൊരു ജീവിതം തന്ന എടപ്പാളിൽ ഞാൻ ആദ്യം പോകുമ്പോൾ എൻ്റെ അമ്മ എന്തൊക്കെ ചെയ്തെന്നറിയാമോ? അവിടുത്തെ കൂട്ടാനുകളുടെ രീതി എന്നെ പഠിപ്പിച്ചു. അത് പഠിപ്പിക്കുന്നു, ഇത് പഠിപ്പിക്കുന്നു. അമ്മയെ എങ്ങനെ നോക്കണം, അച്ഛനെ എങ്ങനെ നോക്കണം, അനിയന്മാരോട് എങ്ങനെ പെരുമാറണം. ഞാൻ അങ്ങനെയൊന്നും ഒരമ്മയും കണ്ടിട്ടില്ല കേട്ടോ. അത് പഴയ കാലമായിട്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അമ്മ പറയുന്നത് ഇനി ഇവിടെ അല്ല നിൻ്റെ വീടെന്ന് പറയുന്നത് അതാണ്. അവിടെ ചെന്ന് സൂവിൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്, അതൊക്കെ പഠിക്കണം. അപ്പോൾ ഈ മാതിരി കാര്യങ്ങൾ പെൺകുട്ടികളുടെ അമ്മമാർക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നിങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, വേറെ ആരുമില്ല. കാരണം സ്വന്തം അമ്മ പറയുമ്പം അത് മനസ്സിൽ നിൽക്കും ഏത് പെൺകുട്ടിക്കും, അല്ലേ? മോളെ ഇപ്പം എനിക്ക് എല്ലാ സൗഭാഗ്യവും ഉണ്ട്, നമ്മളെവിടുന്ന് വന്നു, എങ്ങനെ ജനിച്ചു. ഇപ്പം ഞാനടക്കമുള്ള കാര്യം പറയാം. സാധാരണ ഒരു യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥൻ്റെ മകളായിട്ട് ഞാൻ തിരുവനന്തപുരം കോട്ടൺ ഹില്ലിൽ പഠിത്തം ആരംഭിച്ചു. അച്ഛൻ്റെ ശമ്പളം കൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ചത് എന്തോ ഈശ്വരനെ കൊണ്ട് എൻ്റെ ചേട്ടൻ വലിയ ഡോക്ടറായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ പഠിച്ചു. ചേട്ടത്തിമാരിലും പഠിച്ചു. അവർ സെൻട്രൽ സ്കൂൾ ടീച്ചേഴ്സായിരുന്നു. കൂട്ടത്തിൽ ഈ പറഞ്ഞതിൻ്റെ പഠിത്തം കുറവെനിക്കാണ്. ഞാൻ തിരുവനന്തപുരം വിമൻസ് കോളേജിലായിരുന്നു. അപ്പം എല്ലാം ആണെങ്കിലും ഇന്ന് ഈ 4 മക്കളും നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളത് ആ 2 പേരുടെ മനസ്സിൻ്റെ പുണ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൂർവ്വജന്മ സുഹൃതം എന്ന് വേണേൽ പറയാമെങ്കിലും കൂടുതലും എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത പുണ്യപ്രവർത്തികളുടെ അടുത്ത്. അപ്പോൾ അതിലൊന്നാണ് ഈ അമ്മമാർ വിവാഹം കഴിഞ്ഞ് പോകുന്ന സമയത്ത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ. സത്യസന്ധമായിട്ട് ഞാൻ പറയുക. കാരണം അതങ്ങനെ പോയാൽ, ഒരു ബാലൻസ് ചെയ്ത് പോയാൽ ഇന്ന് പല അമ്മമാരുടെയും സങ്കടങ്ങൾക്ക് അത് ചിലർ ചുമ്മാതെയും പറയും ഒരു കാര്യമില്ലാതെ. പക്ഷേ അതല്ല, അങ്ങനെ പറയാനൊരു അവസരം ഉണ്ടാകുന്നത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ചൊറിച്ചിൽ മനസ്സിലുണ്ടാകുമ്പോഴാണല്ലോ. അത് വെറുതെ ആരും അങ്ങനെ പറയില്ല ഒരിക്കലും. അതുപോലെ ആ അമ്മയെ സ്നേഹിക്കുന്നതെന്ന് കണ്ടാൽ പിന്നെ അപ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയതായിട്ടൊരു അളവിൻ്റെ ഒരു കുറവ് വരുമ്പോൾ എന്താ അവൻ എന്നോടങ്ങനെ കാണിച്ചേ, എന്നെ ഇപ്പോൾ വിളിക്കുന്നില്ലല്ലോ, എനിക്കൊരു മെസ്സേജ് വരുന്നില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഫോൺ കിട്ടുമോ കിട്ടത്തില്ലയോ എന്നൊന്നും നമ്മൾ ഓർക്കത്തില്ല. നമ്മുടെയൊക്കെ വേറെ ഒരിടത്ത് ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ മോൻ്റെ, അതെൻ്റെ മക്കൾക്കറിയാം. എവിടെയെങ്കിലും ചെന്നിറങ്ങിയാൽ ഫോൺ വിളിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു മെസ്സേജെങ്കിലും അയക്കും, സുഖമായിട്ട് ലാൻഡ് ചെയ്തു അമ്മയെന്ന് പറഞ്ഞു. അത് മതി, അത്ര അറിഞ്ഞാൽ മതി നമുക്ക്. അത് ഒക്കെ ചെയ്യണം. അതിനിപ്പോൾ ദുബായിലുള്ള മോനാണെങ്കിലും അമേരിക്കയിലുള്ള മോനാണെങ്കിലും ഓസ്ട്രേലിയയിലുള്ള മോനാണെങ്കിലും ലണ്ടനിലുള്ള മക്കളാണെങ്കിലും ഇവിടുന്ന് പോയി കഴിഞ്ഞ് സുഖമായിട്ട് എത്തി അമ്മേ വിശേഷമൊന്നുമില്ല, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. ഇതൊന്നും അറിയിച്ചാലും ഇല്ലെങ്കിലും 2 വരി ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരു അമ്മയുടെ മനസ്സിലുള്ള ആനന്ദം ഉണ്ടല്ലോ, അതൊരു അനുഗ്രഹമാണ്.
വേറെ ലോകത്തിലെ ഏത് സ്ത്രീയെയും ചൂണ്ടിക്കാണിച്ച് എന്തും നമുക്ക് പറയാം. പക്ഷേ എൻ്റെ അമ്മ ആരാണ് എന്ന ആ ഒരു അവകാശം ഒരൊറ്റ സ്ത്രീക്കേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ആ അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുക കണ്ണുനീരോടുകൂടി, എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കോണേ എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അങ്ങനെയുള്ളൊരു അനുഗ്രഹത്തിൽ വളർന്ന് വലിയവരായവരാണ് ഞാനും എൻ്റെ സഹോദരിമാരും എൻ്റെ മൂത്ത സഹോദരനും. അച്ഛൻ്റെ അമ്മയുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് 4 മക്കൾക്കും ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഈവൻ ഞാൻ എപ്പോഴും പറയും, ഓരോ കാര്യത്തിനും സുഖേട്ടൻ്റെ മരണസമയത്ത് പോലും അതിന് ശേഷമാണ് അച്ഛൻ പറയുന്നത് ചില പ്രശ്നങ്ങളൊക്കെ ജാതകത്തിലുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്തോ ആവട്ടെ, പക്ഷെ അവരുടെ മനസ്സിൽ എപ്പോഴും ഈ മക്കളെക്കുറിച്ചുള്ള ചിന്തയുണ്ടല്ലോ. എവിടെ പോയി എങ്ങനെ. ഞാൻ സാധാരണ ഉദ്യോഗസ്ഥനായിരുന്ന എൻ്റെ അച്ഛൻ ഒരു 2 ദിവസം കൂടുമ്പോൾ മദ്രാസിലോട്ട്, അന്നൊന്നും ഈ മൊബൈലില്ല, ബുക്ക് ചെയ്ത് വിളിക്കും. ഞാൻ പറയാം, അച്ഛാ ഞാൻ വിളിക്കാം അങ്ങോട്ടോട്ട്. ഇല്ല ഒന്നുമില്ല, വേറെ വിശേഷമൊന്നുമില്ലല്ലേ, സുഖമായിട്ടിരിക്കുന്നല്ലോ കുഞ്ഞുങ്ങൾ, അത്ര അറിഞ്ഞാൽ മതി, വേറെ ഒന്നും വലിയ പുരാണമൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പോൾ അവിടെയാണ് ഒരമ്മയ്ക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കടമ. അമ്മ പറഞ്ഞു വിടുക, മോളെ നിന്നെ ഞങ്ങൾ വളർത്തിയതിൽ ഒരുപക്ഷെ അതിലുപരിയായിട്ടോ സ്നേഹം കൊടുത്ത് വളർത്തിയതാണ് ഈ മകനെയും ഒരമ്മ. അപ്പോൾ എന്തൊക്കെയാ പോരായ്മകളുണ്ടോ, അതോ നല്ലതാണോ ചീത്തയാണോ എന്തുണ്ടെങ്കിലും ശരി, ഇതൊന്നും അറിയിക്കാതെ ഒരു മക്കളെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ആ മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെരുമാറ്റം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ സത്യം പറയട്ടോ, അത് എല്ലാ അമ്മമാർക്കും മനസ്സൊരു വിഷമമാണ്. അത് പറയുന്ന ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ അവരോടൊക്കെ അവർ പറയാം, അത് ചേച്ചിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ചേച്ചിയുടെ 2 മക്കളും ചേച്ചിയുടെ ഇടവും പോലോ നിന്ന്. ശരിയാണ്, എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു സമ്പത്തോ ഒരു ധനം എന്നൊക്കെ പറഞ്ഞാൽ, എനിക്ക് ഭൂമിയും പൈസയും ഒന്നും എനിക്ക് ഒരുപാട് വേണ്ട, അതൊക്കെ എൻ്റെ സുഖട്ടം തന്ന എൻ്റെ കിടപ്പുണ്ട്. ഇത് തന്നെയാണ് വലിയ ധനം, മക്കളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ. പക്ഷേ അത് എവിടെങ്കിലും കുറയുന്നു എന്ന് കണ്ടാൽ ഈ പെൺകുട്ടികളുടെ അമ്മമാർക്കൊരു വലിയ പങ്കുണ്ട് അതിനകത്ത്. മിണ്ടാതിരിക്കരുത്. ഞാനും എൻ്റെ മകളും പിന്നെ ഇതിൻ്റെ ഈ സുഖസൗകര്യങ്ങളും അല്ല, ഞാനും നീയും അവൻ്റെ അമ്മയും എല്ലാവരും അതുപോലെ തുല്യ പങ്കാളികളാണ് ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് എന്ന് വേണം പറഞ്ഞു കൊടുക്കാൻ. ഇത് ഞാൻ പറയാൻ കാര്യം, എൻ്റെ കമൻസിനകത്ത് എനിക്ക് വരുന്നതിനകത്തൊക്കെ ഉണ്ട്, ചേച്ചി ഇത് പറയണം, ചേച്ചി ഇങ്ങനെ ഒന്ന് പറയണേ, ചേച്ചി അങ്ങനെ പറയണേ, പലരും പറയാറുണ്ട്. അപ്പം ഞാൻ പറയാം, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, എത്രയോ ഇൻ്റർവ്യൂ പലരും പറയാറില്ലേ, പറഞ്ഞത് തന്നെ പിന്നെയും പറയുന്നത്. അല്ല ചേച്ചി, അയ്യോ അത് കേട്ടില്ല, അത് കണ്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, അമ്മമാരായിട്ട് ആ മക്കളുള്ള അമ്മമാരോടെല്ലാം ഞാൻ പറയണം, ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുക, ദൈവത്തിനെ വിളിക്കുക. പെൺകുട്ടികളുടെ അമ്മമാരോട് ഞാൻ പറയുന്നത്, നിങ്ങളൊരു നല്ല കാര്യം ചെയ്ത് ഭർത്താവിൻ്റെ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ മകളാണ് അവിടെ ഏറ്റവും വലിയ വളർച്ച നേടുന്നത്. യാതൊരു സംശയം വേണ്ട.